ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും പച്ചക്കയുടെ തോലും വെച്ച് ചേർത്തിട്ട് ഒരു മെഴുക്കുരട്ടിയാണ്. ഇനി എവിടെയെങ്കിലും നമുക്ക് നല്ല പച്ചക്കാത്തോല് കിട്ടുകയാണെങ്കിൽ അത് കളയണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായി കഴുകി എടുത്തിട്ട് അത് വെച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കാം. ചേനയും എടുത്തിട്ടുണ്ട്, കണ്ടോ. അതിന് വേണ്ടിയിട്ട് ചെറുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇടിച്ച മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലൊരു മെഴുക്കുരട്ടി ഇന്ന് ഉണ്ടാക്കാം. ആദ്യം തന്നെ ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചേന ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ശേഷം നമുക്കൊരു കടായി വെച്ച് അതിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരല്പം വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് ചേനയൊന്ന് വേവിക്കാം. ഈ സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ചേന വേവിക്കാം. ചില ചേന ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോൾ വെന്ത് കിട്ടാൻ പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചേന നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ചേന വാങ്ങുമ്പോൾ കുറച്ച് പ്രയാസമാണ്, കുറച്ച് ടൈം എടുക്കും ചേന വെന്ത് വരാനായിട്ട്, കല്ലച്ചിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചേന നല്ല വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ചെറു തീയിലിട്ട് നമ്മൾ വേവിച്ചു, അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം സെയിം കടായിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് വറുത്ത് മെഴുക്കുരട്ടി ഉണ്ടാക്കാം. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ച ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചേന വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഉള്ളി നന്നാക്കി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും കൂടി, ചെറുള്ളിയാണേ, സവാള എടുക്കരുത്, ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചക്ക നേരിയതായിട്ട് അരിഞ്ഞെടുത്തത്, കൊത്തി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പച്ചക്കയുടെ തോല് നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറു തീയിലിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പച്ചക്കയുടെ തോല് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ചെറു തീയിലിട്ട് വേവിച്ചാൽ മതി, ആവിയിലാണ് നമുക്കിത് വെന്ത് കിട്ടേണ്ടത്. ഒരു 10 മിനിറ്റോളം ചെറു തീയിൽ കിടന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ. കണ്ടിന്യൂസ്ലി 10 മിനിറ്റ് നമ്മളിത് ഇളക്കി കൊടുക്കാതിരിക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി വീണ്ടും ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നമുക്ക് നന്നായിട്ട് പച്ചക്കയുടെ തോല് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് വേവിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിച്ച മുളക് പൊടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. 2.5 ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ നമ്മുടെ പാകത്തിനാണ്. ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ്. അതപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അച്ചിങ്ങയോ അല്ലെങ്കിൽ ചേനയോ ഇതുപോലെ പച്ചക്ക തോലിൻ്റെ കൂടെ നമുക്കിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് നമുക്ക് തോരൻ മെഴുക്കുരട്ടി അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ അതിലൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി പച്ചക്കാത്തോല് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളയില്ലല്ലോ. എല്ലാവരും വീട്ടിൽ ഇത് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ചേനയുടെയോ അച്ചിങ്ങയുടെ കൂടെയോ മത്തങ്ങയുടെ ഇലയുടെ കൂടെയോ ഒക്കെ നമുക്ക് മെഴുക്കുരട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.